ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. ശരീരം തളരുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, പ്രിയപ്പെട്ടവർ കൈയൊഴിയുമ്പോൾ നാം നമ്മെ തന്നെ നോക്കി ചോദിക്കും, ദൈവമേ, ഞാൻ ഇത്രയും ദുർബലനാണോ? ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. നിങ്ങളുടെ തകർച്ചയെ അവിടുത്തെ തണലാകാനും നിങ്ങളുടെ കണ്ണീരിനെ അവിടുത്തെ കരുത്താക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത ചില നിമിഷങ്ങളിൽ നാം ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ പോകുകയാണ്. എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ വെളിപ്പെടുന്നു? ഈ വലിയ സത്യത്തിലേക്കുള്ള യാത്രയാണ്. നാം ജീവിക്കുന്ന ഈ ലോകം എപ്പോഴും നമ്മോട് പറയുന്നത് ശക്തനായിരിക്കുക എന്നാണ്. വിജയിക്കുന്നവനെ മാത്രമേ ലോകം അംഗീകരിക്കൂ. തോറ്റുപോയവരും രോഗിയായവരും പണമില്ലാത്തവരും ഈ ലോകത്തിൽ ഒരു സ്ഥാനവുമില്ല. ഇങ്ങനെയാണ് ലോകം നമ്മെ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകൾ നാം ഒളിച്ചുവെക്കാൻ ശ്രമിക്കും. ഒരു മുഖംമൂടി അണിഞ്ഞാണ് നാം ഓരോരുത്തരും പുറത്തിറങ്ങുന്നത്. ഉള്ളിൽ സങ്കടം കടലായി ഇരമ്പുമ്പോഴും പുറമേ നമ്മൾ ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ബൈബിൾ പറയുന്നു, ദൈവം ലോകത്തിൽ ബലഹീനരായവരെ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? ശക്തരായവരെ ലജ്ജിപ്പിക്കുവാൻ. ലോകം എന്തിനെയാണോ പാഴ്വസ്തുവായി കണ്ടത്, അതിനെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ഉപകരണമാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന കുറവുകൾ, നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, ഇതൊന്നും ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ തടസ്സമേ അല്ല. മറിച്ച് നിങ്ങളുടെ ഈ ശൂന്യതയിലാണ് ദൈവത്തിന് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. അദ്ദേഹം വലിയൊരു ദൈവഭക്തനായിരുന്നു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല. അത് അദ്ദേഹത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. 3 വട്ടം അദ്ദേഹം കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, ഇതൊന്ന് മാറ്റിത്തരണേ. അന്ന് കർത്താവ് പൗലോസിന് നൽകിയ മറുപടിയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള മറുപടി. ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ദൈവം ആ മുള്ളെടുത്ത് മാറ്റിയില്ല. അവന് ആ വേദന സഹിക്കാനുള്ള കൃപ നൽകി. നാം എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റണമേ എന്നാണ്. അപ്പോൾ ദൈവം പറയുന്നത്, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, എൻ്റെ ശക്തി നിന്നെ താങ്ങും എന്നാണ്. നമ്മൾ ദുർബലരായി ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പൂർണ്ണമാകുന്നത്. കാരണം നമ്മൾ ശക്തരാണ് എന്ന് കരുതുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. സ്വന്തം യുക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവം അവിടെ എല്ലാമായി മാറുന്നത്. സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് തകർച്ച അനുഭവപ്പെട്ടത്? നിങ്ങളുടെ കുടുംബജീവിതത്തിലാണോ? അതോ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണോ? അതോ വിട്ടുമാറാത്ത വലിയൊരു രോഗത്തിന്മേലാണോ? സാമ്പത്തിക തകർച്ചയാണോ? എന്താണ് നിങ്ങളെ വിട്ടുമാറാത്തത്? ഈ ബലഹീനതകളെ ഓർത്ത് നിങ്ങൾ ലജ്ജിക്കേണ്ടതില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കഴിവ് നോക്കിയല്ല, നിങ്ങളുടെ പദവി നോക്കിയല്ല, മറിച്ച് നിങ്ങൾ അവിടുത്തെ മക്കളായതുകൊണ്ടാണ്. ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ വീഴുമ്പോൾ ആ കുഞ്ഞിനെ ഓടിച്ചെന്ന് എടുത്ത് നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് കൈ നീട്ടി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ നിമിഷം എവിടെയാണെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പറയൂ, ദൈവമേ, എൻ്റെ കുറവുകൾ ഞാൻ അങ്ങേക്ക് തരുന്നു. ഇതിലൂടെ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. പതറരുത്, ഭയപ്പെടരുത്. ദൈവം കൂടെയുണ്ട്. നമ്മുടെ ഏത് വീഴ്ചയിലും നമ്മെ താങ്ങാൻ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ ബലഹീനതകളെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും വേണം. വിരൽ തുമ്പിൽ ലോകം കീഴടക്കിയ കാലഘട്ടമാണിത്. സാങ്കേതിക വിദ്യ ഉയർന്നു. ആകാശത്തോളം വലിയ കെട്ടിടങ്ങൾ പണിത് സുഖജീവിതം നയിക്കുന്നു.
ചൊവ്വയിലേക്ക് വരെ നമ്മൾ യാത്ര തിരിച്ചു. എന്നാൽ ഇത്രയേറെ പുരോഗതി ഉണ്ടായിട്ടും നമ്മുടെ ഉള്ളിലെ സമാധാനം എവിടെ പോയി? രാവിലെ എഴുന്നേറ്റ് വാർത്തകൾ പിടിക്കുമ്പോൾ നാം യുദ്ധത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ആഭ്യന്തര കലഹങ്ങൾ, യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും എന്ന് യേശു പറഞ്ഞ വചനങ്ങൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് മനുഷ്യന്റെ ക്രൂരതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു മുഖം. ലോകം വലിയൊരു ഗ്രാമമായി മാറിയെന്ന് നമ്മൾ പറയുന്നു. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? മുൻപത്തേക്കാൾ അധികമായി മനുഷ്യനിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. വീടിനുള്ളിലിരിക്കുന്ന 4 പേർ 4 മൊബൈൽ ഫോണുകളിൽ നോക്കിയിരിക്കുന്നു. ആശയവിനിമയം കുറഞ്ഞു, സ്നേഹം തണുത്തുപോയി. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാമാരി ഏതെന്ന് അറിയാമോ? അത് വൈറസുകൾ അല്ല, മറിച്ച് വിഷാദവും ആകുലതയും ആണ്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കുറച്ചു സമാധാനത്തിനു വേണ്ടി ഉറക്ക ഗുളികകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ പലരെയും ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ലോകത്തെ വേട്ടയാടി പിടിക്കാൻ ഓടുമ്പോൾ നമ്മുടെ ആത്മാവിലുള്ള ആഴത്തിലുള്ള ദാഹം മാറ്റാൻ നാം മറന്നു പോകുന്നു? ഇന്നത്തെ ലോകത്തിൻ്റെ മറ്റൊരു വൈറസ് എന്താണെന്നറിയാമോ? ധാർമ്മികതയുടെ തകർച്ചയാണ്. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂല്യങ്ങൾ മാറിയിരിക്കുന്നു. സ്വാർത്ഥതയാണ് ഇന്ന് ഏറ്റവും വലിയ ദൈവം. എനിക്ക് ഇതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ മനുഷ്യർ ചിന്തിക്കുന്നത്. സത്യം പറയുന്നവനെ പരിഹസിക്കുകയും കള്ളം പറയുന്നവനെ ആദരിക്കുകയും ചെയ്യുന്ന സമൂഹം. ഇതിനെല്ലാം കാരണം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. സൂര്യനിൽ നിന്ന് അകന്നുപോകുന്ന ഒരു ഗ്രഹം ഇരുട്ടിലേക്ക് വീഴുന്നത് പോലെ പ്രകാശമായ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് ഇരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നു, വിശ്വസ്തത തകരുന്നു. സഹോദരങ്ങളെ, സൃഷ്ടാവിനെ അന്വേഷിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതം കേട്ട വചനത്താൽ നയിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ ശ്രവിക്കുന്ന എൻ്റെ ഓരോ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, തളർന്നുപോയ ഹൃദയങ്ങളെ അവിടുന്ന് തൊടയണമേ. ആരും കാണാത്ത സങ്കടങ്ങൾ പേറുന്നവർക്ക് അങ്ങ് ആശ്വാസമാകണമേ. എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ശബ്ദത്തെ അവർ കേൾക്കട്ടെ. ഞങ്ങൾ കേട്ട വചനത്തിലൂടെ നമ്മുടെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെടട്ടെ. ബലഹീനനായ ഞങ്ങളെ അവിടുത്തെ മഹത്വത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ. ഈശോ മിശിഹ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.